അങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ അങ്ങോട്ട് വന്നപ്പോൾ ഒരു ബൊലോറ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ടയർ കാര്യങ്ങളൊക്കെ ഊരിയിട്ടുണ്ട്, സീറ്റ് കാര്യങ്ങളൊക്കെ ഊരി കൊണ്ടുപോയിക്കണേ. പക്ഷെ ഇതിൻ്റെ ഫ്രണ്ടേജ് കണ്ടപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം അവർക്കൊന്നും വലിയ പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കുകയാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് ആണ്ട് ചളിങ്ങി പപ്പടയിക്കണേ. എന്താ ഇപ്പം ഇതിന് പറയാ ഉണ്ടാക്കണേ. ചേസസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇഞ്ചിൻ്റെ ഈ ഭാഗം കാര്യങ്ങളൊക്കെയാണ് ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. കാരണം ഉൾഭാഗത്തേക്കൊന്നും വല്ലാതെ പരിക്ക് കാര്യങ്ങളൊന്നും കാണാനില്ല. ഇമാരി അടിച്ചിട്ടും ഇതിങ്ങനെ ബാക്ക് ഭാഗത്തേക്കൊന്നും പ്രശ്നങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി സമ്മതിക്കാനും വേണം. ഇതിൻ്റെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സംഭവിച്ചിരിക്കണമെന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ ഒറ്റ നോട്ടത്തിലുണ്ടല്ലോ ഈ ഫ്രണ്ടേജ് മാത്രം കണ്ട് ഇരുത്തിയിട്ടുള്ളൂ. ബാക്കൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ഏകദേശം കാണാൻ. പക്ഷേ സീറ്റ് കാര്യങ്ങളൊക്കെ ഊരിക്കൊണ്ടിരിക്കണം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. ചേസൊക്കെ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കണേ കണ്ടില്ലേ. ഇവിടെ അവിടെയൊക്കെ ചേസ് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് തള്ളിയിരിക്കണേ. എന്താ സംഭവിച്ചിരിക്കുന്ന ഒരു ഐഡിയ ഒന്നുമില്ല. കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഈ ഫ്രണ്ടേജ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അതിശയം. അതിലാണ് ഞാനിത് ഇറങ്ങിയത്. ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും പറ്റിയിട്ടില്ല. ഈ സൈഡൊക്കെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇതൊക്കെ കേട്ടോ പക്ക ബിൽഡ് ക്വാളിറ്റി സമ്മതിച്ച്. സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഊരി കൊണ്ടുപോയിക്കണമെങ്കിലും ഈ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ ഏരിയ ആ ഫ്രണ്ടേജും കൂടി കാണുമ്പോഴുള്ള അവസ്ഥയെ വേറെ ലെവലാണ്.